إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഖുർആനിലൂടെ പറയുന്നതായി കാണാം, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും വദന്നു അല്ലാ മൽജഅ മിനല്ലാഹ് ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം ലിയതൂബു ഇന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്, പിന്തിരിഞ്ഞ 3 പേർ, അവരുടെ വിഷയത്തിൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവരിലേക്ക് കനിഞ്ഞ് മടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭൂമി വിശാലമായിട്ട് കൂടി അവർക്കത് ഇടുങ്ങിയതായി തീരുകയും തങ്ങളുടെ മനസ്സുകൾ തന്നെ അവർക്ക് ഞെരുങ്ങിപ്പോയത് പോലെ തോന്നുകയും ചെയ്ത ആ സന്ദർഭത്തിൽ അവർ മനസ്സിലാക്കി, അള്ളാഹുവിങ്കിൽ നിന്ന് രക്ഷ തേടുവാൻ അവങ്കലല്ലാതെ അഭയസ്ഥാനമില്ല എന്ന് അവർ ഉറപ്പിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരിലേക്ക് മടങ്ങുകയും അവർ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു എന്ന ആയത്ത് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ ഈ ചരിത്രം? ആരാണ് പിന്തി നിന്ന 3 ആളുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുല്ലാഹ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നതായി കാണാം, എന്റെ ഉപ്പയായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അഥവാ എന്റെ ഉപ്പയായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ അദ്ദേഹത്തിന് അവസാനത്തെ സമയത്ത് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഉപ്പയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഞാനായിരുന്നു. പല സ്ഥലങ്ങളിലേക്കും എന്റെ ഉപ്പയെ കൊണ്ടുപോയത് ഞാനാണ്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻ അദ്ദേഹം പറയുകയാണ്, എന്റെ ഉപ്പ പറയുന്നു, കഅബ് ഇബ്നു മാലിക് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യുദ്ധത്തിൽ നിന്നും ഞാൻ പിന്തി നിന്നില്ല, തബൂക്ക് യുദ്ധത്തിൽ ഒഴികെ. പിന്നീട് ബദർ യുദ്ധത്തിലാണ് ഞാൻ പോകാത്തത്, പങ്കെടുക്കാത്തത്. അതിന്റെ പേരിലാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ യുദ്ധം ഉദ്ദേശിച്ചിട്ട് പോയതല്ല. മറിച്ച് മക്കയിൽ നിന്നുള്ള കുഫാറുകൾ അവർ കച്ചവട യാത്രക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്നും പോയതാണ് ബദർ. അതുകൊണ്ട് യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല. അതിനാൽ തന്നെ അതിൽ പങ്കെടുക്കാത്ത ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിച്ചിട്ടില്ല. ആ ചരിത്രം നമുക്കറിയുന്നതാണ്. അദ്ദേഹം തുടർന്ന് പറയുന്നതായി കാണാം, തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ഉള്ളതുപോലെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ അദ്ദേഹം പറയുകയാണ്, തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ആ സന്ദർഭത്തിൽ എന്റെ അടുക്കൽ ഉള്ളതുപോലെ സമ്പത്തും അതുപോലെ തന്നെ ശാരീരികമായ കഴിവും മറ്റൊരു സമയത്തും എനിക്കുണ്ടായിരുന്നില്ല. അഥവാ എന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, അതുപോലെ തന്നെ ശാരീരികപരമായി നോക്കുകയാണെങ്കിൽ, കൂവത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലും ഞാൻ നല്ല അവസ്ഥയിലാണ്.
എന്റെ കയ്യിലാകട്ടെ 2 വാഹനങ്ങളുമുണ്ട്. അദ്ദേഹം എല്ലാം കൊണ്ടും എന്താണ് ഒത്തുവന്നതാണ് യുദ്ധത്തിന് പോകാൻ. അങ്ങനെ ഇരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ മുസ്ലിമീങ്ങളോട് ഇതാ പറയുകയാണ്. തബൂക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദീർഘമായ യാത്രയാണ് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക്. അത് മാത്രമല്ല ആ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വരെ പറഞ്ഞിരുന്നു. പൊതുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് പറയാറില്ല. പക്ഷേ തബൂക്ക് യുദ്ധത്തിൽ കുറച്ച് പ്രയാസമുള്ളതിനാൽ തന്നെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു. പക്ഷേ സഹാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുന്നിട്ട് നിൽക്കും. എന്താണ് സഹോദരങ്ങളെ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ശത്രുക്കളാകട്ടെ റോമുകാരും. നമുക്കറിയാം റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾബലത്തിലും ആയുധബലത്തിലും അവർ ഒന്നാമന്മാരാണ്. നമ്മൾ പറഞ്ഞിരുന്നു മുഅ്ത യുദ്ധത്തിന്റെ വേളയിൽ അവർ അത്രയും ശക്തിയുള്ള ആളുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് ഈ കാര്യം പറഞ്ഞു, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ. ഇത് കേട്ട ഉടനെ തന്നെ ധാരാളം മുസ്ലിമീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി. എന്നാൽ സഹോദരങ്ങളെ, ഈ യുദ്ധത്തിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു നിന്നാലും അതറിയാൻ പോകുന്നില്ല. 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത് മുസ്ലിമീങ്ങൾ അത്രമേലുണ്ട്, ധാരാളം ആളുകളുണ്ട്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ ഒരു പേരെഴുതി വെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ആരൊക്കെ പങ്കെടുത്തിരുന്നു എന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആ ഒരു സമ്പ്രദായം വന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആര് പങ്കെടുത്താലും ഇല്ലെങ്കിലും പങ്കെടുക്കാത്തത് ആര് എന്നൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അങ്ങനെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഓരോ ആളുകൾ തയ്യാറെടുക്കുന്നു. എന്നാൽ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തയ്യാറെടുക്കാൻ വേണ്ടി പോകും, യാത്രാ മൃഗത്തിന്റെ അടുക്കൽ പോകും, അങ്ങനെ ഞാൻ പലതും ശ്രമിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഞാൻ വിചാരിച്ചു എനിക്ക് കൂവത്തുണ്ട്, മുസ്ലിമീങ്ങൾ പുറപ്പെട്ടതിന് ശേഷം പിന്നീട് അവരുടെ പിന്നാലെ പോയി അവരെ തേടിയെത്താം എന്ന രൂപത്തിൽ അദ്ദേഹം കരുതി. അങ്ങനെ ഇതാ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സജ്ജരായി. എന്നാൽ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുക്കവുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ പുറപ്പെട്ട് ധാരാളം ദൂരം താണ്ടിയപ്പോൾ കഅബ് ഇബ്നു മാലിക്കിന് മനസ്സിലായി, ഇനി ഞാൻ അവരോടൊപ്പം എത്താൻ എനിക്ക് സാധിക്കുകയില്ല. എനിക്കിനി ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ച് എത്താൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ സഹോദരങ്ങളെ, അവർ മുസ്ലിമീങ്ങൾ പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പോയപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ ഒന്നിങ്ങനെ നടന്നു നീങ്ങി. അദ്ദേഹം പറയുകയാണ്, മദീനയിൽ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ച എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അവിടുന്ന് പറയുകയാണ്, അന്നീ ലാ അറാ ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹിമുൻ നിഫാഖ്. ഞാൻ മദീനയിൽ കണ്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാപട്യം കൊണ്ട് അറിയപ്പെട്ട വ്യക്തിത്വങ്ങളാണ് മദീനയിൽ പിന്നീട് അവശേഷിച്ചത്. ഔ റജുലൻ മിമ്മൻ അഅറല്ലാഹു ളുഅഫാ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും ഒഴികഴിവ് നൽകിയ ദുർബലരായ, യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ശാരീരികമായി പല പ്രയാസങ്ങളും പറ്റിയ 2 കൂട്ടം ആളുകളല്ലാതെ മദീനയിൽ മറ്റാളുകളെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി, എനിക്ക് പ്രയാസമുണ്ടായി. അദ്ദേഹം പിന്നീട് പറയുന്നതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് എത്തുന്നത് വരെ എന്നെ കുറിച്ച് ചോദിച്ചിരുന്നില്ല സഹാബത്തിനോട്. അങ്ങനെ തബൂക്ക് എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, മാ ഫഅല കഅബ് റളിയല്ലാഹു അൻഹു, എന്താണ് കഅബിന് പറ്റിയത്? കഅബിനെ കാണുന്നില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബസഹു ബുർദാഹ്, അഥവാ അദ്ദേഹം ദുനിയാവിന്റെ ചില കാര്യങ്ങളിൽ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോയതാണ് എന്ന ആക്ഷേപ സ്വരത്തിൽ ആ സഹാബി പറഞ്ഞപ്പോൾ, കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ ആ സഹാബി സംസാരിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഅസ മാ ഖുൽത്, നീ എത്ര മോശമായ കാര്യമാണ് പറയുന്നത്. വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഖൈറല്ലാതെ മറ്റൊന്നും അറിയില്ല. ഇതൊരു നല്ല അദബാണ്. ഒരാളെ പറ്റി ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി നല്ലത് പറയുക എന്നുള്ളത്. നമ്മളാണെങ്കിലോ ഒരാളെ പറ്റി ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് റസൂലേ, അല്ലെങ്കിൽ ശരിയാണ്, അവൻ അങ്ങനെ തന്നെയാണ് എന്ന് പറയും. പക്ഷെ സഹാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം അത്രയും നല്ലതാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ,
റസൂലെ അവരെ കുറിച്ച് നമുക്ക് ഖൈറല്ലാതെ നന്മയല്ലാതെ മറ്റൊന്നും അറിയില്ല. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിന്റെ യുദ്ധം കഴിഞ്ഞു. അവർ മടങ്ങി വരുന്നു എന്ന വാർത്ത കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തി. റസൂൽ വരുമ്പോൾ കളവ് പറഞ്ഞാലോ എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നു. അതിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്, കളവ് പറഞ്ഞാലോ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തു പറയുമെന്ന് കുടുംബക്കാരോട് വരെ കൂടിയാലോചന നടത്തി. അങ്ങനെ ഇരിക്കെ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ തിരിച്ചെത്തി. അദ്ദേഹം പറയുകയാണ്, സാല അന്നി അൽ ബാത്തിൽ, ഞാൻ മനസ്സിൽ കരുതിയ കളവുകളെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പിടിക്കാം എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ മനസ്സിൽ നിന്നും അത് നീങ്ങിപ്പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ കളവ് പറയുകയില്ല, ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. അവിടുത്തെ പതിവ് പോലെ മസ്ജിദിലേക്ക് കയറി 2 റക്അത്ത് നിസ്കരിച്ചു. ശേഷം അവിടെ ഇരുന്നു. അങ്ങനെ ഓരോ ആളുകൾ വന്നുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്ന ഓരോ മുനാഫിക്കീങ്ങൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളവ് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇന്ന കാരണത്താലാണ് വരാത്തത്. ഏകദേശം 80ഓളം മുനാഫിക്കീങ്ങൾ അവർ വന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ എന്താണോ പ്രത്യക്ഷമായി പറയുന്നത് അത് സ്വീകരിച്ചു. ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമെത്തി. ഫസല്ലമ അലൈഹി, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. ഫതബസ്സമ തബസ്സുമൽ മുഗ്ളബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കി കോപിതനായ ഒരാൾ ചിരിക്കുന്ന ആ ഒരു ചിരിയുണ്ടല്ലോ, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കി ചിരിച്ചു. എന്നെ നോക്കി ആ ഒരു ചിരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തആൽ, അല്ലയോ കഅബ് ഇങ്ങോട്ട് വാ. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖല്ലഫക്, അല്ലയോ കഅബ് എന്തുകൊണ്ടാണ് നീ പിന്തി നിന്നത്, എന്താണ് നിനക്കുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, റസൂലെ, ദുനിയാവിന്റെ മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിൽ, എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഒരു പക്ഷേ നിങ്ങളോട് പിടിച്ചു നിന്നേനെ. വല്ലാഹി ഉഅതീതു ജദലൻ, എനിക്ക് തർക്കിക്കാൻ നന്നായി അറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കാനുള്ള ആ ഒരു കഴിവ് എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ വലാകിന്നി വല്ലാഹി അർജു അഫു അല്ലാഹ്, ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അഫു, എന്താണ്, പാപം എനിക്ക് പുറത്തു നൽകുമെന്നുള്ള ആ ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലാ വല്ലാഹി മാ കാന ലി ഉദ്ർ, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി എനിക്കൊരു ഒഴികഴിവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ്, ഇതാ ഇദ്ദേഹം സത്യമാണ് പറഞ്ഞത്. ഫഖും, നീ എഴുന്നേൽക്കുക. ഹത്താ യഖ്ലി അല്ലാഹു ഫീക്, നിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വിധികൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ് ബിൻ മാലിക്കിനെ തിരിച്ചയച്ചു. ഞാൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ ബനൂ സലമ ഗോത്രത്തിലെ പലരും എന്റെ പിന്നാലെ കൂടിക്കൊണ്ട് പറയുകയാണ്, കഅബേ, നീ ഇതിനു മുമ്പ് വലിയ തിന്മകളൊന്നും ചെയ്യാത്ത വ്യക്തിത്വമാണ്, നിനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പോന്നൂടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന കാര്യം എന്താണ്? ഓരോ ആളുകളുടെ ഒഴികഴിവ് കേട്ടതിന് ശേഷം അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. അത് തന്നെ പോരെ എന്നിങ്ങനെ ബനൂ സലമ ഗോത്രക്കാർ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അവർ പറഞ്ഞത് കേട്ടത് നിമിത്തം ഞാൻ കരുതിപ്പോയി റസൂലിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ മാറ്റി പറഞ്ഞാലോ. അങ്ങനെ ഇരിക്കെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നെ പോലെ ഈ ഒരു കാരണം പറഞ്ഞ മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, നഅം റജുലാൻ, അതെ, 2 പേരുണ്ട്. മുറാറത്ത് ബിൻ റബീഅ വ ഹിലാൽ ബിൻ ഉമയ്യ. ഈ 2 പേരും നീ എന്താണോ പറഞ്ഞത്, സത്യം എന്താണോ പറഞ്ഞത്, അവർ ഇരുവരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് കേട്ടപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് മനസ്സിന് സമാധാനമായി. കാരണം എന്താണ്, ഇവരിരുവരും മുനാഫിക്കീങ്ങളല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ്. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഈ ഒരു സത്യത്തിൽ തന്നെ തുടരാം. പിന്നീട് അതാ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഇവർ 3 പേരോടും ഇനി ഒരാളും മിണ്ടാൻ പാടില്ല. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഇതാ ഒരു ദിവസം കൊണ്ട് നാട് തന്നെ മാറിപ്പോയിരിക്കുന്നു, വിശാലമായ ഭൂമി ഇതാ ഇടുങ്ങിപ്പോയിരിക്കുന്നു, ഒരാളും കണ്ടിട്ടിതാ എന്നോട് ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, എല്ലാവർക്കും മാറ്റം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ സഹോദരങ്ങളെ, അവർ 50 ദിവസം അവർ കഴിച്ചുകൂട്ടി.
എന്റെ രണ്ട് കൂട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിലാലും അതുപോലെ തന്നെ മുറാറയും അവർ പ്രായമായ ഇരുവരുമാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം കേട്ടപ്പോൾ അവർ ഇരുവരും വീട്ടിലിരുന്ന് കരച്ചിൽ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ ഇതാ കരയുകയാണ്. ഞാനാകട്ടെ ചെറുപ്പക്കാരനാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറുപ്പക്കാരനാണ്, പ്രായം കുറഞ്ഞവനാണ്. ഞാൻ മുസ്ലിമീങ്ങളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ അങ്ങാടിയിലൂടെ ഞാൻ കറങ്ങി നടക്കുന്നുണ്ട്. വലാകിൻ ലാ യുകല്ലിമുനി അഹദ്, പക്ഷെ ഒരാൾ പോലും എന്നോട് സംസാരിക്കുന്നില്ല, ഒരാൾ പോലും എന്നെ കണ്ടിട്ട് ചിരിക്കുന്നില്ല, ഒരാളും എന്നെ കേട്ടപാതി അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി സലാം പറയും, സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് സലാം അടക്കുന്നില്ല. ഞാൻ ഇങ്ങനെ നോക്കും റസൂൽ എന്നോട് സലാം അടക്കിയോ എന്ന്, ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുത്തൊന്നും പറയുന്നില്ല. ഞാൻ റസൂലിനെ നോക്കാത്ത നേരത്ത് റസൂൽ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ റസൂലിലേക്ക് ഞാൻ നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുഖം അത് തിരിച്ചു കളയുന്നു. ഇങ്ങനെ പ്രയാസം കഠിനമായി ഹൃദയം ഞെരുങ്ങിയ അവസ്ഥയിലായിരിക്കെ എന്റെ ഉപ്പയുടെ സഹോദരനായ എന്റെ ഉറ്റ കൂട്ടുകാരനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉറ്റ കൂട്ടുകാരുടെ അടുക്കലേക്ക് പോയി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാകുമെന്നുള്ളത്. ഉറ്റ കൂട്ടുകാരൻ എന്ന് മാത്രമല്ല, എന്റെ ഉപ്പയുടെ സഹോദരൻ കൂടിയാണ് അബൂ ഖതാദ. അങ്ങനെ സഹോദരങ്ങളെ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പോയി, എന്റെ പ്രിയ കൂട്ടുകാരനോട് പോയി ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം പറയുന്നു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി അദ്ദേഹം എന്നോട് സലാം അടക്കുന്നില്ല. അപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ പ്രയാസം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഖുൽതു അൻഷുദുക ബില്ലാഹ് അതഅലമുനി അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്ത് ചോദിക്കട്ടെ, നിനക്കറിയില്ലേ ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്? നിനക്കറിയില്ലേ ഞാൻ അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിനക്കറിയില്ലേ? അദ്ദേഹം ഒന്നും തിരിച്ചു മറുപടി പറയുന്നില്ല. വീണ്ടും പ്രയാസമാണ്. അദ്ദേഹം ഒന്നും രണ്ടും മൂന്നും തവണ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, മറുപടിയില്ല. അവസാനം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് നീ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫഫാലത് ഐനായി, അപ്പോൾ മുതൽ ഞാൻ ഇതാ കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ആ സമയം വരെ അദ്ദേഹം കരഞ്ഞിരുന്നില്ല. പക്ഷേ ഉറ്റ കൂട്ടുകാരനും എന്നെ ഒഴിവാക്കി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും ഇതാ ചാലിട്ടൊഴുകാൻ തുടങ്ങി. അങ്ങനെ സഹോദരങ്ങളെ, തിരിച്ചുപോയി മദീനയിൽ അങ്ങാടിയിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഷ്യാമിൽ നിന്ന് ഒരു വസ്ത്ര വിൽപ്പനക്കാരൻ വന്നിട്ടുണ്ട്. അയാൾ വന്നുകൊണ്ട് അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് കഅബ് ഇബ്നു മാലിക്? അപ്പോൾ ആളുകൾ എന്നേരവും എന്റെ പേര് പറയുന്നില്ല, ചൂണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത്രമേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സഹാബത്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ അതാ അയാൾ ഗസാനിൽ നിന്നുള്ള ഒരു രാജാവിന്റെ കത്ത് എനിക്ക് തന്നു. ആ കത്തിൽ എന്താണുള്ളത്? ഇയാൾ കാഫിറാണ്, അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്നയാളാണ്. ആ കത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ കൂട്ടുകാരൻ നിന്നോട് കുറച്ച് പരുഷമായി പെരുമാറിയിരിക്കുന്നു എന്ന വാർത്ത എനിക്ക് വന്നെത്തിയിട്ടുണ്ട്, വരണ്ട സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന വാർത്ത എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. ഇങ്ങനെ അപമാനിതനായി കഴിയേണ്ടവനല്ല താങ്കൾ, ഇങ്ങോട്ടേക്ക് പോന്നോളൂ എന്ന് ആ കത്തിലുണ്ട്. താങ്കൾക്ക് എന്താണ് ആവശ്യം, ഞാനത് നിറവേറ്റി നൽകാം. താങ്കൾക്ക് സമ്പത്താണോ വേണ്ടത്, അത് ഞാൻ നൽകാം എന്ന് ആ കത്തിലെ കുറിപ്പ് അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറഞ്ഞു, ഹാദാ അയ്ളം മിനൽ ബലാ, ഇതും പരീക്ഷണത്തിൽപ്പെട്ടതാണ്. ഹാദാ അയ്ളം മിനൽ ബലാ, ഇതും പരീക്ഷണത്തിൽപ്പെട്ടതാണ്. ഫതയമ്മംതു ബിഹാ അത്തന്നൂർ ഫസജർതുഹു ബിഹാ, ഞാൻ നേരെ അടുപ്പിലേക്ക് പോയിക്കൊണ്ട് ആ കത്ത് ചുരുട്ടിക്കൊണ്ട് അടുപ്പിലേക്ക് ഇട്ടു. റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ, പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മിൽ പലരും ചെയ്യുന്ന കാര്യം എന്താണ്? ഇതാ എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടങ്ങൾ നമുക്ക് ദീൻ പാലിച്ചതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ കാറ്റിൽ പറത്തുന്ന നമ്മൾ ഈ ചരിത്രത്തിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അത് അടുപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതും അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമാണ് എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ 40 ദിവസം പിന്നിട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദൂതൻ വന്നുകൊണ്ട് എന്നോട് പറയുകയാണ്, ഇതാ നീ നിന്റെ ഭാര്യമാരെ വിട്ടുനിൽക്കണം, നീ നിന്റെ ഭാര്യമാരെ വിട്ടുനിൽക്കണം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ത്വലാഖ് ചൊല്ലണമോ? അദ്ദേഹം പറഞ്ഞു, ത്വലാഖ് ചൊല്ലേണ്ടതില്ല, മറിച്ച് ഒരു ഇടപാടും അവരുമായി പാടില്ല എന്ന് പറഞ്ഞു. അവരെ അടുപ്പിക്കരുത്, നിന്റെ ഭാര്യ നിന്നിലേക്ക് അടുപ്പിക്കരുത് എന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, എന്നോട് മാത്രമല്ല മാറ്റി നിർത്തപ്പെട്ട എന്റെ 2 കൂട്ടുകാരുടെ അടുക്കലേക്കും പോയി ഇതുപോലെ ഈ ദൂതൻ പറഞ്ഞു. സഹോദരങ്ങളെ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ധാരാളം പ്രായമുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ്, എനിക്ക് എന്തെങ്കിലും ഒഴികഴിവ് നൽകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ശരി, നീ അവനക്ക് എന്താണോ സഹായമായി വേണ്ടത് അത് മാത്രം ചെയ്തു കൊടുക്കുക, കൂടുതലായി ഇടപഴകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, അത്രമേൽ പ്രയാസം. അങ്ങനെ ആ 40 ദിവസം കഴിഞ്ഞ് പിന്നീട് 10 ദിവസവും കഴിഞ്ഞു, 50 ദിവസം പൂർത്തിയായി. ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് എന്റെ വീടിന്റെ മുകളിൽ പ്രയാസം ആലോചിച്ച്, വിശാലമായ ഭൂമി ഇടുങ്ങിയ അവസ്ഥ ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതാ ഒരു വിളിയാളം കേൾക്കുകയാണ്. ദൂരെ നിന്നൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, യാ കഅബ്, അല്ലയോ കഅബേ, അബ്ശിർ, നീ സന്തോഷ വാർത്ത, നിനക്കിതാ സന്തോഷ വാർത്തയാണ് എന്ന വിളിയാളം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടപാതി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസം മാറിയാലും പ്രയാസമുള്ള സന്ദർഭത്തിലും സന്തോഷമുള്ള സന്ദർഭത്തിലും ഒരു മുഅ്മിനിന്റെ അവസ്ഥ റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് അടുക്കുക എന്നത് മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹാബത്തിന് അറിയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഈ വാർത്ത എന്നെ അറിയിച്ച അദ്ദേഹത്തിന് സന്തോഷത്താൽ ഞാൻ എന്റെ കയ്യിലുള്ള 2 വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ്, എനിക്ക് ആ 2 വസ്ത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം മറ്റു 2 വസ്ത്രങ്ങൾ കടം വാങ്ങിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്തു. അങ്ങനെ ഞാൻ മസ്ജിദിലേക്ക് ചെന്നപ്പോൾ മുസ്ലിമീങ്ങൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ട് എന്നോട് ആശംസകൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഇതായിരുന്നു സഹാബത്ത്. അവരെല്ലാവരും തന്നെ ഒരാൾ നന്നായി അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അതിന്റെ അടയാളമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ട് അദ്ദേഹത്തോട് ആശംസകൾ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഫഖാമ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു യഹ്റവലു ഹത്താ സാഫഹനി വഹന്നനി. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഓടി വന്നുകൊണ്ട് എന്നോട് സലാം പറയുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. മാ ഖാമ റജുലുൻ മിനൽ മുഹാജിരീന ഗൈറഹു, മുഹാജിരീങ്ങളിൽ നിന്ന് മറ്റൊരാളും തന്നെ എഴുന്നേറ്റ് എന്റെ അടുക്കലേക്ക് വന്നിട്ടില്ല. അതിനാൽ തന്നെ ലാ യൻസാഹാ ലി ത്വൽഹ, ഞാൻ ഒരിക്കലും ത്വൽഹയെ മറക്കുകയില്ല എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് സഹോദരങ്ങളെ നല്ലൊരു മര്യാദയാണ്. അഥവാ ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അവരുടെ അടുക്കലേക്ക് പോയി നല്ല കാര്യങ്ങൾ പറയുക. അത് മാത്രമല്ല, ആദ്യം പറയുന്ന ആളുകൾ, ആദ്യം സന്തോഷ വാർത്ത അറിയിക്കുന്നയാൾ, ആശംസിക്കുന്നയാൾ നമ്മളായി കഴിഞ്ഞാൽ അവർ അതൊരിക്കലും മറക്കുകയില്ല. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ആരാണ് സ്വന്തം കൂടെ ഉണ്ടായത് എന്നും ഒരാളും മറക്കുകയില്ല. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി റസൂൽ പറയുകയാണ്, അബ്ശിർ ബിഖൈരി യൗമിൻ മറ അലൈക മുൻദു വലദത്ക ഉമ്മുക, നിന്നെ ഉമ്മ പ്രസവിച്ചതിന് ശേഷം നിനക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം ഇതാണ്, നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ് അം മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറയുന്ന കാര്യമാണോ തൗബ സ്വീകരിച്ചു എന്ന്? അതല്ല റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ആയത്തിറക്കിയതാണോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു. റസൂൽ പറഞ്ഞു, ലാ ബൽ മിൻ ഇൻദില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ആയത്തിറക്കിയതാണ് കഅബയെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സറ ഇസ്തനാറ വജ്ഹഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യം അതുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ മുഖം പ്രകാശപൂരിതമാകും, അതിങ്ങനെ വെട്ടിത്തിളങ്ങും.
എന്നിട്ട് പറയാണ് കഅന്ന വജ്ഹഹു ഖിത്അതു ഖമരിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അന്ന് ചന്ദ്രന്റെ മുഖം പോലെയാണ്, അല്ലെങ്കിൽ ചന്ദ്രന്റെ കഷ്ണം പോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമുള്ളത് സന്തോഷത്താൽ. നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് മിണ്ടാതിരുന്നത് ഈ ഒരു അവസ്ഥ അതെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ പ്രയാസപ്പെടുത്തണമെന്ന് ആലോചിച്ചിട്ടല്ല. അങ്ങനെയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സന്തോഷിക്കുകയില്ല. അവിടുന്ന് ഇതാ പ്രകാശപൂരിതമായ അവിടുത്തെ മുഖം. അങ്ങനെ പറയുകയാണ്, ഫലമ്മാ ജലസ്തു ബൈന യദൈഹി ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന മിൻ തൗബതി അൻ അഖ്ലഅ മിൻ മാലി സദഖ ഇലല്ലാഹി വ ഇലാ റസൂലിഹി. റസൂലേ, എന്റെ തൗബയായിക്കൊണ്ട് ഞാൻ സദഖ, എന്റെ എല്ലാ സമ്പത്തും ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കട്ടെ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞു, വേണ്ട, അങ്ങനെ ചെയ്യേണ്ടതില്ല. അംസിക് ബഅദ മാലിക്, നീ നിന്റെ സമ്പത്ത് കുറച്ച് നിന്റെ കയ്യിൽ വെക്കുക. വഹുവ ഖൈറുൽ ലക്, അതാണ് നിനക്ക് നല്ലത്. ഖുൽതു ഫഇന്നി അംസികു സഹ്മി അല്ലദീ ബിഖൈബർ, റസൂലെ ഖൈബറിൽ നിന്ന് കിട്ടിയ സമ്പത്ത് അത് ഞാൻ ചിലവഴിക്കട്ടെ എന്ന് റസൂലിനോട് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ പറയുകയാണ് റസൂലേ, ഇന്നമാ അൻജാനി ബിസിദ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് സത്യസന്ധത കാണിച്ചതുകൊണ്ടാണ്, ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടാണ്. വ ഇന്ന മിൻ തൗബതി അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖൻ മാ ബഖീതു. അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ എന്റെ തൗബയായി ഇവിടെ നിശ്ചയിക്കുന്ന കാര്യം എന്തെന്നാൽ ഇനി ഞാൻ മരിക്കുന്നത് വരെ ഒരാളോട് പോലും കളവ് പറയുകയില്ല, സത്യമല്ലാതെ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ പറയുകയില്ല എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാണ്, വഅല സലാസതി അല്ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർള് എന്ന് പറയുന്ന നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. അല്ലാഹു ഇത് അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ അടുത്ത ആയത്തിൽ പറയുന്നതായി കാണാം, യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആയത്തിൽ പറയുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുകയും ചെയ്യണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് സത്യസന്ധതയുടെ അനന്തരഫലം. വല്ലാഹി, ഒരാളും സത്യം പറഞ്ഞതിന്റെ പേരിൽ നാശം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇനി അവർ മരിക്കുകയാണെങ്കിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവർക്ക് ഉന്നതമായ സ്ഥാനമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വല്ലാഹി സഹോദരങ്ങളെ, സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇസ്സത്താണ്, ഒരാളുടെ പ്രതാപമാണ്. നമ്മുടെ തല പോയാലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ സത്യം പറയുക, ദുനിയാവിന്റെ വിഷയത്തിൽ സത്യം പറയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുക തന്നെ ചെയ്യും. വല്ലാഹി സുബ്ബത്തല്ലാഹ്, അതാണ് നമുക്ക് ഈ ചരിത്രം പറഞ്ഞു തരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ, സത്യസന്ധന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.